This news is brought to you by സെന്റ് ജോസഫ്സ് ഹോസ്പിറ്റൽ, കരുവഞ്ചാൽ. മാത്തിൽ ഗുരുദേവ് ആർട്സ് ആൻഡ് സയൻസ് കോളേജിൽ പുതിയ അധ്യയന വർഷത്തിന്റെ ഔപചാരിക ഉദ്ഘാടനവും റാങ്ക് ജേതാക്കളെ അനുമോദിക്കലും ഉൾപ്പെടുത്തി ഗുരുദീക്ഷ 2026 പരിപാടി സംഘടിപ്പിച്ചു. ഗീതാഞ്ജലി സെമിനാർ ഹാളിൽ നടന്ന ചടങ്ങിൽ പ്രിൻസിപ്പൽ റവറൻഡ് ഫാദർ ഡോക്ടർ സാമുവൽ പുതുപ്പാടി അധ്യക്ഷത വഹിച്ചു. പയ്യന്നൂർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് കെ ജോയി ഉദ്ഘാടനം നിർവഹിച്ചു. കാങ്കോൽ ആലപ്പടമ്പ് ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഗംഗാധരൻ മാസ്റ്റർ മുഖ്യാതിഥിയായിരുന്നു. സർവകലാശാല പരീക്ഷകളിൽ മികച്ച വിജയം നേടിയ റാങ്ക് ജേതാക്കളെ ചടങ്ങിൽ ആദരിക്കുകയും ഉപഹാരങ്ങൾ വിതരണം ചെയ്യുകയും ചെയ്തു. ചീഫ് ബർസാർ ഫാദർ ഡോക്ടർ വർഗീസ് താന്നിക്കാക്കുഴി ബെനഡിക്ടറി പ്രസംഗവും മാനേജിംഗ് ഡയറക്ടർ ഫാദർ റെനി മുടമ്പള്ളി മുഖ്യപ്രഭാഷണവും നടത്തി. വൈസ് പ്രിൻസിപ്പൽ വിനോദ് കുമാർ പി സ്വാഗതം ആശംസിച്ചു. IQAC കോർഡിനേറ്റർ സൗമ്യ CK, അക്കാദമിക് കോർഡിനേറ്റർ സുമേഷ് K, NSS പ്രോഗ്രാം ഓഫീസർ ഷൈജ ഗോവിന്ദൻ, ഓഫീസ് സൂപ്രണ്ട് രാജേഷ് KM, കോളേജ് യൂണിയൻ UUC ഋതുരാജ് K എന്നിവർ ആശംസകൾ നേർന്ന് സംസാരിച്ചു. സ്റ്റാഫ് സെക്രട്ടറി സീന KV നന്ദി രേഖപ്പെടുത്തി. അധ്യാപകരും വിദ്യാർത്ഥികളും രക്ഷിതാക്കളും അടക്കം നിരവധി പേർ ചടങ്ങിൽ പങ്കെടുത്തു. സ്കൂളിന്റെ പ്രവേശനോത്സവം, ഇവിടെ ഈ കോളേജിന്റെ പ്രവേശനോത്സവം, ഡിഗ്രിക്ക് അതിന്റെ ആദ്യത്തെ പ്രവേശനം. സാധാരണ പ്രവേശനോത്സവത്തിൽ LP സ്കൂളിലൊക്കെ അവിടുന്ന് ചെണ്ടടിച്ച് മുട്ടായി കൂടെ സ്വീകരിച്ചാൽ കൊണ്ടത്. എന്നാലും നിങ്ങളെ രക്ഷിതാക്കളെല്ലാം കൂട്ടി ഇവിടെ കൊണ്ടുവന്നു. അപ്പം നിങ്ങളെ ഡിഗ്രിയിലേക്ക് ഒരു ഘട്ടം കഴിഞ്ഞ് +2 കഴിഞ്ഞ് ഉന്നത വിദ്യാഭ്യാസത്തിന്റെ തുടക്കമാണ്. തുടക്കത്തിൽ മക്കൾ മാത്രമല്ല വന്നിട്ടുള്ളത്, മാതാപിതാക്കളും വന്നിട്ടുണ്ടല്ലേ. കുറച്ച് പ്രായമുള്ളവരെ കാണുന്നുണ്ടോ? എല്ലാവരും അധ്യാപകരുണ്ടോ? മാതാപിതാക്കളോടെ ഒരുമിച്ചിട്ടാണ് ഇവിടെ വന്നിട്ടുള്ളത്. നമ്മുടെ കേരളത്തെ സംബന്ധിച്ചിടത്തോളമൊക്കെ ചില ആളുകൾ പറയുന്ന കാര്യമുണ്ട്, നമ്മുടെ കേരളം ഇവിടെ പഠിക്കാൻ സ്ഥലമുണ്ടോ, ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനമുണ്ടോ? ഒരു പവറിന് വേണ്ടി പറയും ഇവിടെ എന്താ മറ്റ് സംസ്ഥാനത്തിൽ പോയാലും ഒരു പവറുള്ളൂ എന്ന് പറയുന്നുണ്ട്. അങ്ങനെയാണോ? ഇന്ന് ഔപചാരികമായി ഉദ്ഘാടനം ചെയ്ത് ഒരു നല്ല വിദ്യാഭ്യാസ വർഷം ആശംസിക്കാൻ നമ്മളോടൊപ്പമായിരിക്കുന്ന പയ്യന്നൂർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ഏറ്റവും പ്രിയങ്കരനായ ശ്രീ കെ ജോയി അവർ, നമ്മുടെ കാങ്കോൽ ആലപ്പടമ്പ് ഗ്രാമപഞ്ചായത്തിന്റെ വിപ്ലവാത്മകമായ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകുന്ന വൈസ് പ്രസിഡന്റ് ബഹുമാനായ ഗംഗാധരൻ മാസ്റ്റർ, കോളേജിലെ ഏറ്റവും പ്രിയങ്കരനായ ഇതിന്റെ ഭൗതിക വളർച്ചയ്ക്ക് ചുക്കാൻ പിടിക്കുന്ന ഡോക്ടർ വർഗീസ് താന്നിക്കാക്കുഴിയെ വെച്ച് നല്ല രീതിയിൽ പ്രവർത്തിക്കുന്ന ഒരു കലാലയമാണ് ഗുരുദേവ് കോളേജ്. കുറച്ച് വർഷങ്ങൾക്ക് മുമ്പേ ഈ സ്കൂളിൽ പഠിച്ച വിദ്യാർത്ഥിയുടെ, ഒരു പൂർവ്വ വിദ്യാർത്ഥിയുടെ പിതാവ് എന്ന നിലയിൽ പലതവണയായി കോളേജിൽ ബന്ധപ്പെട്ടിട്ടുണ്ട്. അതിനു മുമ്പും അതിനുശേഷവും ഈ സ്ഥാപനം എല്ലാ മേഖലയിലും ഉയർച്ചയുടെ പന്ഥാവിലൂടെ ഏറ്റവും ശ്രദ്ധേയമായ നേട്ടങ്ങൾ നേടി മുമ്പോട്ട് പോകുന്ന കാഴ്ച കണ്ട ഒരു വ്യക്തിയാണ് ഞാൻ. ഇന്ന് ഈ അധ്യയന വർഷത്തിലെ പുതിയ വിദ്യാർത്ഥികളെ സ്വീകരിക്കുകയാണ്. നേരത്തെ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് പറഞ്ഞതുപോലെ വിദ്യാർത്ഥികൾ നമ്മുടെ മുമ്പൊക്കെ പ്രവേശനോത്സവം എന്നൊക്കെ ഒരുപക്ഷെ LP UP തലങ്ങളിൽ മാത്രം ഒതുങ്ങി നിന്നതാണ്. യഥാർത്ഥത്തിൽ അതിന്റെ മഹിമ വർദ്ധിപ്പിച്ചുകൊണ്ട് കോളേജ് തലങ്ങളിലും അടക്കം ആ കുട്ടികളെ നന്നായി വരവേൽക്കാൻ നമ്മുടെ സമൂഹവും കോളേജ് അധികൃതരും തയ്യാറാവുന്നു എന്നത് വളരെ പ്രത്യേകതയുള്ള ഒരു കാര്യം തന്നെയാണ്. നമുക്കറിയാം, വിദ്യാലയത്തിലെ 27 അധ്യയന വർഷത്തിന്റെ പുതിയ ബാച്ചിന്റെ ആരംഭം സമുചിതമായി സന്തോഷത്തോടെ നമ്മുടെ ജനപ്രതിനിധികളുടെ സന്തോഷ സാന്നിധ്യത്തിൽ ഇപ്രകാരം ആരംഭിക്കുവാൻ മാനേജ്മെന്റിന് വേണ്ടി നിങ്ങളെല്ലാവരെയും ഞാൻ ഏറെ ഹൃദ്യമായി അഭിവാദനം ചെയ്യുന്നു. നിങ്ങൾക്കറിയാവുന്നതുപോലെ ബത്തേരി കേന്ദ്രമാക്കിയുള്ള മലങ്കര കത്തോലിക്ക ഡയസിന്റെ മാനേജ്മെന്റിലാണ് ഈ കോളേജ് 2012 മുതൽ നടത്തപ്പെടുക. എല്ലാവർക്കും ലഭിക്കുന്നത് ആവറേജ് 200 അധ്യാപകർക്ക് എത്ര ദിവസമാണ് ഒരു വർഷത്തിൽ
200 അല്ലെ 180 അധ്യയന ദിനങ്ങളാണ്. 200 കുട്ടികൾക്കും ഇത് കിട്ടിയതാണ്. പക്ഷെ 18 മൊമെന്റ് വാങ്ങിക്കാൻ പറ്റിയുള്ളൂ. അപ്പോൾ അടുത്ത വർഷം നിങ്ങൾ പാസ് ഔട്ട് ആകുന്ന സമയത്ത് ഈ മാനേജ്മെന്റിന്റെ പൈസ കുറെ ചെലവാക്കണം. എന്തിനാണെന്നറിയോ? 200 പേർക്കും മൊമെന്റ് വാങ്ങിക്കാൻ വേണ്ടി. അതൊരു ടേക്ക് ഇറ്റ് ആസ് എ ചാലഞ്ച്. നമ്മള് ആധുനിക ലോകത്തിൽ ജീവിക്കുമ്പോൾ, പ്രത്യേകിച്ച് മാനേജ്മെന്റ് സ്റ്റഡീസ് ഒക്കെ നടത്തുന്ന കുട്ടികൾക്ക് യു ഷുഡ് ഹാവ് എ ബിസിനസ് മെന്റാലിറ്റി. നമ്മൾ വളരെ ചാലഞ്ചിങ് എവല്യൂഷനിലൂടെ കടന്നു പോകുന്ന ഒരു കാലഘട്ടത്തിൽ ജീവിക്കുന്നവരാണ് നമ്മളൊക്കെ. ChatGPT ഉപയോഗിക്കാതെ ആരും ഇവിടെ കാണത്തില്ല, അല്ലേ? ഉപയോഗിക്കാതെ സെന്റ് ജോസഫ്സ് ഹോസ്പിറ്റൽ കരുവഞ്ചാൽ NABH പ്രീ എൻട്രി ലെവൽ അക്രഡിറ്റഡ് ആൻഡ് ISO സർട്ടിഫൈഡ് ഹോസ്പിറ്റൽ. മലയോരത്തിന്റെ ചികിത്സാ മേഖലയിൽ അതുല്യമായ സേവന സന്നദ്ധതയുമായി 140 ബെഡുകളോടെ 24 മണിക്കൂറും പ്രവർത്തിച്ചു വരുന്നു. എമർജൻസി ഡിപ്പാർട്ട്മെന്റ്, CT സ്കാൻ, അൾട്രാസൗണ്ട് സ്കാനിംഗ്, ലാപ്രോസ്കോപ്പി അടക്കം എല്ലാ സർജറികൾക്കും സജ്ജമായ ഓപ്പറേഷൻ തിയേറ്റർ, ICU, ലേബർ റൂം, NICU, PICU, ലബോറട്ടറി, മൈക്രോബയോളജി, ഫിസിയോതെറാപ്പി, ഡയാലിസിസ്, ഡെന്റൽ കെയർ, ബ്ലഡ് സ്റ്റോറേജ്, ഡീലക്സ് റൂംസ്, ആംബുലൻസ് സർവീസ് തുടങ്ങി എല്ലാവിധ സൗകര്യങ്ങളുമായി സെന്റ് ജോസഫ്സ് ഹോസ്പിറ്റൽ കരുവഞ്ചാൽ. ഫോൺ 9400 062 912.